സീസൺ 1 മുതൽ ഞാനിത് കാണുന്ന ഒരു വ്യക്തിയാണ്. പലർക്കും തന്നെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ സീസണിൽ എനിക്ക് ഏറെ വിഷമമുള്ളൊരു കാര്യം ഞാൻ പറയുക, എനിക്ക് തുടക്കം മുതലേ ഷാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. സത്യം വളരെ വിഷമം. ഞാൻ മൻസൂനോടും നിതിനോടും ഒക്കെ ഞാനിത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടോ എനിക്ക് അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റിയില്ല, എത്തിപ്പെടാൻ പറ്റിയില്ല. കാര്യം വേവ് ലെങ്ത് റെഡി ആവാത്തതുകൊണ്ടാണോ അതോ ഞാൻ കണ്ടതിന്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ഈ അധികവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് നോക്കിയാണ് അധികവും ബിഗ് ബോസിൽ പോകുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങോട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് നോക്കിയാണ് സാധാരണ പോകാറ്. പിന്നെ അതിന് പലരും PR എന്നൊക്കെ പറയും, അതൊന്നും നമ്മളോട് ചർച്ച ചെയ്യേണ്ട. അപ്പൊ സൗഹൃദം എന്നൊക്കെയാണ് അധികവും ആൾക്കാർ ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ തുടക്കത്തിൽ എന്റെ സുഹൃത്തുക്കൾ ഷാനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവാണ്. ഒരുപക്ഷെ അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ചരിത്രം മറ്റൊന്നാവുമായിരുന്നു. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ സീസണിൽ ഒരു ടൈറ്റിൽ വിന്നർ ആകുവാനുള്ള എല്ലാവിധ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഗ്രാവിറ്റിയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഷാനുക്ക. അത് യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാനിപ്പോ ടൈറ്റിൽ വിന്നർ ആയ ആളിനെയോ രണ്ടാമതെത്തിയ ആളിനെയോ ഒന്നും കുറ്റം പറയുന്നില്ല. സ്വയമേ വിലയിരുത്തുമ്പോൾ മറ്റുള്ള എന്റെ തന്നെ പല സുഹൃത്തുക്കളും ബിഗ് ബോസിന്റെ ഏറ്റവും നല്ല നിരൂപകർ എന്ന് വേണമെങ്കിൽ പറയാം, നിരൂപകരായിട്ടുള്ള 1 മുതൽ 7 വരെയുള്ള പല നിരൂപകരോടും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ്, ഹീസ് ഡിസർവിങ്. ഷാനുക്കയായിരുന്നു ഡിസർവിങ്. തെറ്റാണ് സംഭവിച്ചത്. അപ്പം കാലം അതിന് മാപ്പ് നൽകട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഷാനുക്കയെ തേടിയിരിക്കുന്നു. തേടിയെത്തും. ഷാനുക്ക നല്ല ഒരു പീക്ക് ലെവലിലോട്ട് തന്നെ പോകും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ എന്റെ ഒരു ചോദ്യമാണ് അത് ഞാൻ അതിനുള്ള മറുപടി പറയട്ടെ. ആ നാവ് പൊന്നാവട്ടെ. പിന്നെ ശ്രീയേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തില് ശ്രീയേട്ടൻ്റെ വ്യൂ ആണത്. ശ്രീയേട്ടൻ പറഞ്ഞത് ഞാൻ ഡിസേർവിങ് ആയിരുന്നു, ഞാൻ നല്ലതായിരുന്നു എന്നുള്ളത് ശ്രീയേട്ടൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വ്യൂ ആണത്. അത് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കാം, എല്ലാവർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവുമായിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ സുഹൃത്ത് അനീഷ് വെൽ പ്ലെയറായിരുന്നു. അത് പലപ്പോഴും ഞാൻ അനീഷിനെ ബീറ്റ് ചെയ്യാനാണ് നോക്കിയിരുന്നത്. സൗഹൃദം ഉണ്ടാവുമ്പോഴും ഞാൻ അനീഷിനെതിരെ ഗെയിം കളിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ലക്ഷ്യം ഒരൊറ്റ വിന്നറാണ്. ആ ട്രോഫി തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം നമ്മൾ ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ട് വന്നതല്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണിൻ്റെ ഒരു എപ്പിസോഡ് പോലും ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു കുറവ് എനിക്കുണ്ടായിരുന്നു. പിന്നെ പുറത്തുള്ള ഈ മാർക്കറ്റിംഗ് ഈ വർക്ക്സുകളൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച്, കാരണം എന്നെ പല ചാനൽസും പല പ്രോഗ്രാംസിനും എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഞാൻ തലേ ദിവസം മാത്രമേ ഇന്ന് പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന് പോകും. അതേപോലെ തന്നെ പോയൊരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ഒരു എന്താ പറയുക, തയ്യാറെടുപ്പും ഇല്ലായിരുന്നു. അതിൻ്റെ കുറവുകൾ നമുക്ക് വല്ലാതെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അവിടെ കാണുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുകയും അവിടെ നമ്മൾ കാണുന്ന വിഷയത്തിൽ നമ്മുടെ നിലപാടുകൾ പറയുകയും ഒരു ജെന്യൂനായിട്ട് നിൽക്കാൻ തന്നെയാണ് കുറേയൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ പലരും ഗെയിം കളിക്കുമ്പോൾ നമുക്കും ഗെയിം കളിക്കണം തോന്നിയതുകൊണ്ട് ഗെയിം കളിച്ചു പോയതാണ് കുറേ കാര്യങ്ങൾ. അതിൽ ചില കാര്യത്തിൽ നമുക്ക് ദോഷകരമായിട്ട് വന്നിട്ടുണ്ടാവും, ചിലത് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടാവും. പലരും പറയുന്നുണ്ട്, ശ്രീയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു വിന്നറാവേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 13ാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോൾക്ക് എൻ്റെ കാഴ്ചപ്പാട് അതല്ലായിരുന്നു, ഞാനല്ല എന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അനീഷിനെയായിരുന്നു. അത് അനുമോൾക്ക് അനുകൂലമായിട്ട് വന്നു. അനുമോളും ഡിസേർവിംഗ് ആണ്. ആ കുട്ടിയും നന്നായിട്ട് കളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർ വിന്നറായത്. എന്തായാലും ആരും മോശക്കാരല്ലായിരുന്നു. ഫസ്റ്റ് ആഴ്ച പോയവരും സെക്കൻഡ് വീക്ക് പോയവരും മിഡിൽ പോയവർ ആരും മോശക്കാരല്ലായിരുന്നു. എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആയിരുന്നു. ഞാൻ പൊതുവെയുള്ള ട്രെൻഡും അത്
നിങ്ങളുടെ എൻ്റെ വ്യൂ അല്ല, ശ്രീയേട്ടൻ്റെ അടക്കമുള്ള ആൾക്കാരുടെ ഒരുപാട് ആൾക്കാർ, എൻ്റെ റിലേഷൻസ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് ഷാനു ആയിരുന്നു. ഫസ്റ്റ് വീക്കുകളിലൊക്കെ നല്ല സ്കോർ ചെയ്തിരുന്നത്, ഒരു ഞങ്ങൾ വിൻ ചെയ്യും തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നീട് എന്തോ സംഭവിച്ചതെന്ന് അറിയില്ല, അങ്ങനെ പോയിരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്തപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടാവും. ഇന്ററാക്ഷൻ സെക്ഷനാണ്, വേറെ ആൾക്കാർ ചോദിക്കാനുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞു. ഇപ്പൊ ബിഗ് ബോസ് കഴിയുമ്പോൾ ടൈറ്റിൽ വിന്നർ ആവാത്ത ആൾക്കാരെ വെച്ചിട്ട് BB അൾട്ടിമേറ്റ് എന്നൊരു പ്രോഗ്രാം എല്ലാ ലാംഗ്വേജിലും വന്നിട്ടുണ്ട്. ഇപ്പൊ മലയാളത്തിൽ അത് വരാൻ പോവുകയാണ്. ഇപ്പം അടുത്ത സീസൺ അനൗൺസ് ചെയ്യുന്നു, പക്ഷെ എങ്കിലും BB അൾട്ടിമേറ്റ് ഉറപ്പായിട്ടും മലയാളത്തിൽ സംഭവിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മനസ്സിലായി, ഈ നമ്മൾ അറിയുന്ന അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ BB അൾട്ടിമേറ്റില് ഒരു ക്ഷണമുണ്ടായ ഷാനൊക്കെ അതിൽ പോകുമോ? എന്ത് ചോദ്യം, തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്നവരുടെ എല്ലാ സപ്പോർട്ടും കൂടാതെ ഈ നിഷ്പക്ഷമായിട്ട് പറഞ്ഞ എല്ലാ സപ്പോർട്ട് ഷാനൊക്കെ ഉണ്ടാവും. കാരണം എന്താ ബിഗ് ബോസ് എന്താന്നുള്ളത് ബിഗ് ബോസ് നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിന്റെ റീച്ച്, അത് എത്രത്തോളം വലിയൊരു ക്യാൻവാസ് ആണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം അതിന്റെ ഗുണങ്ങൾ ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി കളി പഠിച്ചിട്ട് പോകും. ഷാനക ഓൾ ദ ബെസ്റ്റ്. ഷാനകയ്ക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു ശ്രീയേട്ടാ, താങ്ക് യു സോ മച്ച്.